മകനെ എല്ലാവരും കൂടെ കൊന്നുവെന്ന് നിതിന്റെ മാതാപിതാക്കൾ. മകനെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. മുഴുവൻ പേരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും മാതാപിതാക്കൾ. ആരനാട്. എല്ലാവരും കൂടെ അവനെ കൊന്നു കൊല വിളിച്ചു. അവനെ മാനസികമായി പീഡിപ്പിച്ചു. കറുത്തവനെന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ചു കൊന്നു കൊല വിളിച്ചു. ഇതിന് കാരണക്കാരായ വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതരെയും ഉൾപ്പെടെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച നിതിന്റെ മാതാപിതാക്കളായ രാജൻ ലതയും ആരോപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന് മുകളിൽ നിന്നും മരിച്ചത്. ഈ കഴിഞ്ഞ 5-ാം തീയതി വന്നതിനു ശേഷം ഒരാഴ്ച മുന്നെയാണ് വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോയിരുന്നത്. ശേഷം ഇന്നലെ 4:30-ക്കുള്ള ട്രെയിന് ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ എത്താനിരിക്കുകയാണ് നിതിന്റെ അന്ത്യം. എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊന്നവരെ നിയമം പുറത്തു കൊണ്ടുവരും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം. കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയുമാണ് ഞാൻ അവനെ പഠിപ്പിച്ച് വളർത്തിയത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പണച്ചാക്കുകളുടെയും മയക്കുമരുന്നിൻ്റെയും കുത്തക കേന്ദ്രമാണ്. കമൽ എന്ന് പറയുന്ന വാർഡൻ ഒരിക്കൽ മകനെ അവിടുത്തെ റൂമിൽ പൂട്ടിയിട്ടതായും പിതാവ് പറയുന്നു. അവൻ അവിടുത്തെ വിഷമങ്ങൾ ഒന്നും പുറത്ത് പറയില്ലായിരുന്നു. സഹോദരിയോടാണ് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. നമ്മളാരും വിഷമിക്കണ്ട എന്ന് വെച്ച് മക്കൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അത്രയ്ക്കും എല്ലാവരെയും അവന് സ്നേഹമാണ്. അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇന്നലെ വൈകുന്നേരത്തെ 4:30 ട്രെയിനിന് കയറി ഇന്നിവിടെ എത്തേണ്ടതാണ് എൻ്റെ കുട്ടി. 11 മണിക്ക് മകൻ ഫോൺ വിളിച്ചിരുന്നു. സഹോദരിയെയും അച്ഛനെയും ആ സമയത്ത് പണിത്തിരക്കിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശേഷം അറിയുന്നത് മരണവാർത്തയാണ്. സീനിയർ വിദ്യാർത്ഥികൾ പല വിധത്തിലും മകനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അന്നൊരിക്കൽ കേസായിരുന്നു. വലിയവരുടെ മക്കൾ കളിച്ചിട്ടാണ് അന്ന് ഇഷ്യൂസ് ഉണ്ടായത്. ഒടുവിൽ ഭാവിയെ കരുതി മനസ്സില്ലാ മനസ്സോടെ ഒത്തുതീർപ്പ് നടത്തി. എല്ലാവരും അവനെ കറുത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കാരണം വലിയ മാർക്ക് വാങ്ങി അഡ്മിഷൻ ലഭിച്ച മോൻ കോളേജിൽ പോകാൻ വയ്യ എന്ന് വരെ പറഞ്ഞു. അവനെ എല്ലാവരും കൂടെ ചേർന്ന് കൊന്നത് തന്നെയാണ്. ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യില്ല. അവൻ അത്രമാത്രം അവിടെ അനുഭവിച്ചു എന്നും മാതാപിതാക്കൾ പറയുന്നു. അവരെല്ലാവരും കൂടെ അവനെ കൊന്ന് പ്രിയമായി അവഹേളിച്ച് ജാതി കുറഞ്ഞവനെന്നും കറുത്തോനെന്നും പറഞ്ഞ് അവരെല്ലാവരും അവനെ കൊന്ന് കൊല വിളിച്ച് പുഴുത്തോനെന്നും പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥികളെ മുമ്പിട്ട് അവരെ എന്തിന് മാനസികമായി പീഡിപ്പിച്ച് കൊന്നവരെ. ആ കോളേജിലേര് എന്ത് നിയമ നടപടി എടുത്താലും അവർ പുറത്തു വരും. സിദ്ധാർത്ഥനെ കൊന്നവർ പുറത്തു വന്നില്ലേ. പിന്നെ യവന്മാരെല്ലാം അതിനകത്ത് പണച്ചാക്കുകളാണ് 3-4 പ്രാവശ്യം അനുഭവിച്ചത്. ഞങ്ങൾ അതിനകത്തിട്ട് കറക്കിയിട്ടുണ്ട്. അവന്മാർ 3 അധ്യാപകരാണ് അവരെ കൊന്നത്. അവർക്കെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ. എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. പണസ്വാധീനത്തിൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. മേലിൽ ഞങ്ങൾ കൂലിപ്പടിയെ വേണ്ടി കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിച്ചത്. ഓരോ മാസത്തെ ഫീസ് ഞങ്ങള് കൊടുക്കാറുള്ള പാട് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അവരെ സൈബർ വന്നപ്പോ അവർ പറഞ്ഞ് കോളേജുകാർ പറഞ്ഞ് അവരെ പേരിൽ കൊടുക്കണോ അറിയാം. അതിന്റെ പോലെ ആവുമ്പോൾ അവർ ഒരു രൂപ കൊടുത്തിട്ടില്ല. ഇത് ഞാൻ നീതി ഒരു നീതിക്കും ഇത് ഒന്നും ചെയ്യാൻ പറ്റൂല. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പണച്ചാക്കുകളെ കുത്തൊഴുക്കും ഡ്രഗ്സും മദ്യവും മയക്കുമരുന്നും ഞാൻ പോയി കണ്ടതാണ്. അതിനകത്ത് കംപ്ലീറ്റ് കുപ്പിയും സിറിഞ്ചുകളെ ഉള്ളു. അവിടെ 2 വാർഡന്മാരുണ്ട്. അതിൽ ഒരു വാർഡൻ എന്ന് പറയുന്ന കമലെന്ന് പറയുന്ന ആള് ഇവരെ സിക്ക് റൂമിലിട്ട് പൂട്ടി. ഒറ്റ റൂമിൽ. എൻ്റെ കുട്ടി ഇപ്പം അവിടെയാണ് കിടക്കണത്. ഒറ്റയ്ക്ക് കിടന്നാണ് പഠിക്കണത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞു. അറിയാം, ഈ റാബ് മുഖാന്തരം HOD മുഖാന്തരം അങ്ങനെ ഇതൊന്നും വീട്ടിൽ പറയൂല. എല്ലാ സഹോദരിമാരോടെയാണ് പറയണത്. അവര് വിളിച്ചു വെച്ച് എന്നോട് ഇവളോടെ പറയാതെ. കാരണം അവൻ പഠിക്കട്ടെ എന്ന് പറയുന്നത്. ഇന്നലെ ഒരുപാട് അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ മനഃപൂർവ്വം കൊലപ്പെടുത്തണേ. അവൻ ആത്മഹത്യ ചെയ്യൂല. അവൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 4:30 ട്രെയിനിൽ ഇന്നലെ 4:30 ട്രെയിൻ ഇന്ന് 6 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. എല്ലാം ബുക്ക് ചെയ്ത് അച്ഛാ അമ്മ എല്ലാം ബുക്ക് ചെയ്ത് 6 മണിക്ക് ചായ ഇട്ട് വെച്ചിരിക്കണേ അച്ഛാ എന്ന് പറഞ്ഞ അവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യൂല. അവര് ചെയ്യിച്ചതാണ്. എൻ്റെ മോന് ഒരു പെൺഫ്രണ്ട് ഉണ്ടായിരുന്നു.
ആ പെൺഫ്രണ്ട് വേറെ പാലക്കാട്ടുള്ള ഒരു പയ്യനുമായിട്ട് കമ്പനി ആയപ്പോൾ അതിൻ്റെ പേരിലൊരു ഇഷ്യൂസ് ഉണ്ടാക്കി. ആ പാലക്കാട്ടുള്ള പയ്യനും അവളുമായിട്ട് പിണങ്ങിയപ്പോൾ ഇവൻ പറഞ്ഞു വന്ന് ഇവൻ്റെയോടെ പറഞ്ഞ് ഒന്നത് നിങ്ങൾ രമ്യതപ്പെടുത്തി തരാം. അപ്പോഴവൻ പറഞ്ഞു ഞാൻ പഠിക്കാനാണ് വന്നത്, എനിക്ക് വേറൊന്നും അറിയണ്ട, നീ നിൻ്റെ പാടുവാക്കി പോവാൻ. എന്നിട്ട് ആ പയ്യന്മാർ കോളേജിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. അവന് അവർ തമ്മിൽ സൗഹൃദത്തിലാക്കാൻ വേണ്ടി വീണ്ടും അവിടെ പ്രശ്നങ്ങളായി. അങ്ങനെ കേസായി, വഴക്കായി. അവർ കേസ് കൊടുത്ത് അവനെതിരെ. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഒതുക്കിയെന്ന് പറഞ്ഞാൽ അവർ തന്നേം തള്ള അറിഞ്ഞിട്ട് പറഞ്ഞ് ഇത് കൊച്ചു പിള്ളേരെ കളിയാണ്, ഇത് അവൻ്റെ ഭാവിയാണ്, അവൻ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യണേണ്, ഞങ്ങൾ അവനെതിരെ നിൽക്കൂല, അവന്മാരെ കളിച്ച കളിയാണ്, അവരെ മക്കൾ. എൻ്റെ കൂടെ മാപ്പ് ചോദിച്ച് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി. എൻ്റെ നിതിന്മാരാ. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ കോളേജിൽ ഞങ്ങളെ ഒന്ന് എഴുതി വായിച്ചു എവരെ എന്നെ കോളേജിൽ നിന്ന് വെളിയിലാക്കുമെന്നും പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം അവരെ മൃഗീയമായി അവർ കൊന്നെന്നോ എന്തെല്ലാം ചെയ്തെന്നോ ഇനി എൻ്റെ കുട്ടി അനുഭവിക്കാൻ ഒന്നുമില്ല. മൊത്തം നാണയം പേരെയാണ് അവ ആത്മഹത്യ ചെയ്തതെന്നാ നിങ്ങൾ പറഞ്ഞല്ല. ഒരു ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ്. അവ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഞങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ചവനാണ് അവൻ. നീറ്റിന് 2 വർഷം ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിച്ചവനാണ്. അറിയാം.